المرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യമായ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ 5 നേരത്തെ നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നിസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ രൂപത്തിൽ നാം നിർവഹിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതായി കണ്ട സഹാബത്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയിച്ചു തന്ന വിവിധ മസ്അലകളുണ്ട്, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളുണ്ട്. അങ്ങനെ ധാരാളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ, നിസ്കാരത്തിന്റെ ഷർത്തുകളും റുക്നുകളും അതിന്റെ നിർബന്ധ കാര്യങ്ങളും എന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ചെറിയ ഒരു കിതാബാണ് നമ്മൾ ഈ ക്ലാസുകൾക്ക് അവലംബമാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലായി 5 നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? ശുറൂത്തു സ്വലാത്തി ശുറൂത്തു സ്വലാത്തി 9 9 ഷർത്തുകളാണ് നിസ്കാരത്തിനുള്ളത്. അതിൽ 5 ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് 5 ഷർത്തുകൾ? അൽ ഇസ്ലാം, അൽ അഖ്ലു, അത്തമീസു, വറഫഉൽ ഹദസ്, വഇസാലത്തു അന്നജാസ. മുസ്ലിമായിരിക്കുക, ബുദ്ധിയുണ്ടായിരിക്കുക, വകതിരിവുണ്ടായിരിക്കുക, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക, നജസ് നീക്കം ചെയ്യുക. നജസ് നീക്കം ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ്? വസ്ത്രത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന്. ഓർമ്മയില്ല? 3 കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയായിരിക്കണം. ഈ 3 കാര്യങ്ങളും ശുദ്ധിയായിരിക്കണം എന്നത് നിയമമാണ്. ഇനി അതിനിടയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അഥവാ വുദൂവുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ. എത്രയാണ് വുദൂവിന്റെ ഷർത്തുകൾ? 10 10. വുദൂവിന്റെ ഫർളുകളോ? 6. 6. വുദൂഇന്റെ വാജിബ് 1. വുദൂ മുറിയുന്ന കാര്യങ്ങൾ
ആ സമാനിയത്തുൻ 8 സെൻതു മറന്നുപോയത്, പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാഹ്. ശരി, ഇനി നമുക്ക് അശ്ശർതു സാദിസ്, 6ാമത്തെ ഷർത്തിലേക്ക് തിരിച്ചു വരാം. അശ്ശർതു സാദിസു, 6ാമത്തെ ഷർത്ത് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സത്റുൽ ഔറത്തി, നിസ്കാരത്തിന്റെ 6ാമത്തെ ഷർത്ത് സത്റുൽ ഔറത്തി. എന്താണ് സത്റുൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ? ഔറത്ത് മറക്കൽ. അദ്ദേഹം പറയുന്നു, അജ്മഅ അഹ്ലുൽ ഇൽമി അലാ ഫസാദി സ്വലാത്തി മൻ സല്ല ഉരിയാനൻ വഹുവ യഖ്ദിർ. പണ്ഡിതന്മാർ ഇജ്മാഇലായിട്ടുണ്ട്, ഏകാഭിപ്രായത്തിലായിട്ടുണ്ട്, ആർക്കാണോ വസ്ത്രം ധരിക്കാൻ കഴിവുണ്ടായിരിക്കെ ഔറത്ത് മറക്കാതെ നഗ്നനായിക്കൊണ്ട് നിസ്കരിക്കുന്നത് അവന്റെ നിസ്കാരം ബാത്തിലാണ്, ഫസാദാണ്, സ്വീകരിക്കപ്പെടുകയില്ല. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. വഹദ്ദു ഔറത്തി റജുലി, പുരുഷന്റെ ഔറത്തിന്റെ പരിധി ഏതുവരെയാണ്? മിനസ്സുറത്തി ഇല റുക്ബ, പൊക്കിൾ മുതൽ മുട്ടുവരെ. വൽ അമതു കദാലിക്, അൽ അമതു എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീ. അടിമസ്ത്രീയുടെയും നിസ്കാരത്തിലെ നിർബന്ധമായി പാലിക്കേണ്ട ഔറത്ത് അപ്രകാരം തന്നെയാണ്. വൽ ഹുറത്തു, എന്നാൽ സ്വതന്ത്ര സ്ത്രീ അഥവാ സാധാരണ ഉള്ള സ്ത്രീകൾ, കുല്ലുഹ ഔറത്തുൻ, അവർ മുഴുവനും മറച്ചിരിക്കണം, അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവനും ഔറത്താണ്. ഇല്ലാ വജ്ഹഹാ ഫിസ്സലാത്തി, നിസ്കാരത്തിൽ മുഖം ഒഴികെ. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ കിതാബിലെ ആയത്താണ്. യാ ബനി ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് ഐ ഇൻദ കുല്ലി സ്വലാത്തിൻ, നിങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാര വസ്ത്രം സ്വീകരിക്കുക, അഥവാ നിസ്കരിക്കുന്ന അവസരത്തിൽ ഔറത്ത് മറക്കണം, അതോടൊപ്പം അലങ്കാരം സ്വീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊതുവെ ചില വിഷയങ്ങൾ നമ്മൾ ഇത്രയും ഈ കിതാബിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമായിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് അവിടെ സ്ത്രീകളെ പരാമർശിക്കുകയില്ല. അതിൽ സഹോദരിമാർക്ക് വെറുപ്പ് തോന്നേണ്ടതില്ല. ചില വിഷയങ്ങൾ അല്ലാഹു തആല അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എല്ലാവർക്കും അത് ബാധകമായിരിക്കും. അപ്പൊ അത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ എന്ന് പ്രത്യേകം ചിലപ്പോൾ പരാമർശിക്കുകയില്ല. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു പോയത്. എന്നാൽ ചിലത് പ്രത്യേകം സ്ത്രീകൾക്ക് ഉള്ള മസ്അലകൾ അത് പറയും. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ വിസ്മരിച്ചതല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്റുൽ ഔറത്ത്, ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഒരാൾ ഔറത്ത് മറക്കാൻ കഴിവുണ്ടായിരിക്കെ ഔറത്ത് ഒളിവാക്കിക്കൊണ്ട് നിസ്കരിച്ചാൽ, നഗ്നനായിക്കൊണ്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഔറത്ത് മറക്കുക എന്നത് 2 രൂപത്തിലാണ്. നിസ്കാരത്തിലുള്ള ഔറത്ത് മറക്കലും നിസ്കാരത്തിന് പുറത്തുള്ള ഔറത്ത് മറക്കലും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിലെ ഔറത്താണ്. വഹദ്ദു ഔറത്തി റജുൽ, പുരുഷന്റെ ഔറത്തിന്റെ പരിധി മിന സുറത്തി ഇല റുക്ബ,
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊക്കിൾ മുതൽ മുട്ടുവരെ അത് നിർബന്ധമായും മറച്ചിരിക്കണം. അതിനിടയിൽ വെളിവായി പോയാൽ നിസ്കാരം ശരിയാവുകയില്ല, ബാത്തിലായി പോകും. വൽ അമതു കദാലിക, അടിമ സ്ത്രീയുടെയും അപ്രകാരം തന്നെയാണ്. ഇത് നിസ്കാരത്തിലെ അവസ്ഥയാണ് പറഞ്ഞത്. അടിമ സ്ത്രീയുടെ നിസ്കാരത്തിൽ അവർ ഇത്രയെങ്കിലും മറച്ചിരിക്കണം, ഒരു മസ്അലയാണ്. വൽ ഹുറതു, എന്നാൽ സ്വതന്ത്ര സ്ത്രീ, കുല്ലുഹ ഔറ, അവൾ മുഴുവനും ഔറത്താണ്, അവളുടെ ശരീരഭാഗം മുഴുവനും ഔറത്താണ്. ഇല്ലാ വജ്ഹഹ ഫി സ്വലാത്തി, നിസ്കാരത്തിൽ മുഖം ഒഴികെ. ഇവിടെ ഷെയ്ഖ് വളരെ സൂക്ഷ്മമായിട്ടാണ് ഒരു പദം പ്രയോഗിച്ചത്. നഗ്നനായി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വഹുവ യഖ്ദിർ, കഴിവുണ്ടായിരിക്കെ. ഇപ്പോൾ ഒരാൾക്ക് കഴിവില്ല, എന്ത് ചെയ്യണം? കഴിവില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ വസ്ത്രം അഴിച്ചു വെച്ചു, ടോയ്ലറ്റിലോ മറ്റോ പോകാൻ അഴിച്ചു വെച്ചതിനിടയിൽ വസ്ത്രവുമായി ആരെങ്കിലും കടന്നു കളഞ്ഞു, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അയാൾ വസ്ത്രമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. നിസ്കാരത്തിന്റെ സമയമായി, നിസ്കാരം ഖളാ ആയി പോകും. എങ്കിൽ എന്തു വേണം? ആ അവസ്ഥയിൽ അയാൾക്ക് നിസ്കരിക്കാം, നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല. എങ്ങനെയാണോ അയാൾക്ക് സാധിക്കുന്നത് അങ്ങനെ നിസ്കരിക്കാം. എന്താണോ അയാളുടെ വസ്ത്രമായിട്ടുള്ളത് അങ്ങനെ നിസ്കരിക്കാം. അതുപോലെ ചിലപ്പോൾ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ജയിലുകളിൽ അടക്കപ്പെട്ടവരുണ്ടാകും. അവരുടെ ഔറത്ത് ചിലപ്പോൾ പരിപൂർണമായി മറയുകയില്ല. അവരെന്ത് ചെയ്യണം? നിസ്കരിക്കണം, ആ ഉള്ള രൂപത്തിൽ നിസ്കരിക്കണം. വസ്ത്രം മുഴുവനും കിട്ടാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കാം എന്നല്ല. അത്തരം ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫത്തഖുല്ലാഹ മസ്തതഅതും, എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് കഴിവുണ്ടായിരിക്കെ എന്ന് പറഞ്ഞത്. കഴിവുള്ളവനായിരിക്കെ ഒരിക്കലും ഔറത്ത് മറക്കാതെ നിസ്കരിക്കരുത്. എന്നാൽ കഴിവില്ലെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ, അല്ലാഹു തആല ഒരാൾക്കും ഒരു നഫ്സിനും അയാളുടെ കഴിവിൽ പെട്ടതല്ലാത്തതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ കൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കൈകളിൽ ഉള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഔറത്ത് രണ്ട് രൂപത്തിലാണ്. മുഗല്ലദതായ ഔറത്തുണ്ട്, അഥവാ ഒരിക്കലും പുറത്താവാൻ പാടില്ലാത്ത ഔറത്ത്. അതേതാണ്? ലൈംഗികാവയവം, മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, ആ ഭാഗങ്ങൾ അത് വളരെ ശക്തമായ, ഒരു നിലക്കും വെളിവാക്കപ്പെടാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തത് മുഖഫഫത്തായ ഔറത്താണ്. അഥവാ ഇപ്പോൾ പുരുഷന്മാരുടേത് പറഞ്ഞു, പൊക്കിൾ മുതൽ മുട്ടുവരെ. ഒരാളുടെ മുട്ടിന്റെ മുകളിലുള്ള ഭാഗം, തുടയുടെ ഭാഗം ഒരൽപ്പം നീങ്ങിപ്പോയി. അതെന്താണ്? മുഖഫഫത്തായ ഔറത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. ഏതായിരുന്നാലും ഔറത്ത് അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധി മറച്ചിരിക്കുക എന്നത് നിർബന്ധമാണ്. ഒരാൾക്ക് കഴിവുണ്ടായിരിക്കെ ഒരു നിലക്കും അതില്ലാത്ത രൂപത്തിൽ, ഔറത്ത് മറക്കാത്ത രൂപത്തിൽ നിസ്കരിക്കരുത്. ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയ ചില മസ്അലകൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് യുവാക്കൾ, പാൻറ് ധരിക്കുന്ന, ഇറുകിയ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, മുകളിൽ ധരിച്ച ഷർട്ടോ അതല്ലെങ്കിൽ ടീഷർട്ടോ എന്തായിരിക്കട്ടെ, ചിലപ്പോൾ നിസ്കാരത്തിൽ റുക്കൂഇലോ സുജൂദിലോ പോകുമ്പോൾ പാൻറ് താഴോട്ടേക്കും ഷർട്ട് മുകളിലോട്ടേക്കും പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഔറത്ത് വെളിവാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഇറുകി ആകെ പ്രയാസപ്പെട്ട രൂപത്തിൽ ധരിക്കരുത്. അതുപോലെ മുകളിൽ ധരിക്കുന്നത് ഒരൽപ്പം ഇറക്കി ധരിക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ഫസാദായി പോകും. നമ്മൾ അറിയാതെ
വർഷങ്ങളോളം ചിലപ്പോൾ ഈ കോലത്തിലായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവുക. എത്രയോ ആളുകളെ നമുക്ക് കാണാം, ചെറുപ്പക്കാരെ. പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ടുണ്ടാവും, എന്നാലും കാണാൻ പാടില്ലാത്തത് കാണും. പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ കണ്ണ് ഫസാദായി പോകുന്ന രൂപത്തിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. വളരെ ഗുരുതരമായ അബദ്ധമാണ്. നിസ്കാരം നമ്മൾ അറിയാതെ ബാത്തിലായി പോകും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ, വസ്ത്രം എടുത്തു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമ്മോട് ചോദ്യം ചെയ്യും. നമ്മൾ മക്കളല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് തോന്നിയ രൂപത്തിൽ എടുത്തു കൊടുത്ത് അവരുടെ നിസ്കാരം ഫസാദാവുന്ന രൂപത്തിൽ നമ്മൾ അവരെ സഹായിക്കരുത്. മറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ രൂപത്തിൽ വസ്ത്രം ധരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നേർത്ത വസ്ത്രം ധരിച്ചിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ള ഭാഗങ്ങൾ പുറമേക്ക് കാണുന്നത് പോലെയുള്ള അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഉദാഹരണത്തിന് നേരിയ തുണി ധരിച്ച ഒരാൾ നിസ്കരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എന്താണോ അകത്തുള്ളത് അത് തന്നെ പുറത്തേക്ക് പ്രകടമായി കാണും. ആ രൂപത്തിൽ പാടില്ലാത്തതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു കാര്യം, പുരുഷന്റെ ഔറത്തിന്റെ പരിധി പൊക്കിൾ മുതൽ മുട്ടുവരെ എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഈ ഭാഗം നിർബന്ധമാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതലായി 2 ചുമലുകൾ കൂടി മറക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി ഥൗബിൽ വാഹിദി ലൈസ അലാ ആതിഖൈഹി മിൻഹു ശൈഉൻ. നിങ്ങളിൽ ഒരാളും ഒരൊറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കരുത്, അയാളുടെ ചുമലിൽ, 2 ചുമലുകളിലും വസ്ത്രമൊന്നും ഇല്ലാത്ത രൂപത്തിൽ. അപ്പൊ ചുമല് കൂടി മറക്കുക എന്നത് പുരുഷന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് പരിപൂർണ രൂപം. നിസ്കരിക്കുമ്പോൾ ഒരൊറ്റ തുണിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും ചോദിച്ചാൽ എന്താണ്? ശരിയാവും. നിർബന്ധമായ ഭാഗം അയാൾ മറച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം, അതാണ് പരിപൂർണമായ രൂപം. അങ്ങനെ അല്ലാതെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കരുത് എന്നാണ് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തല ഔറത്തല്ല, എന്നാൽ ജീനത്താണ്. തൊപ്പി ധരിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള തലപ്പാവ് ധരിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു മസ്അലയോ അല്ലെങ്കിൽ ഹദീസുകളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നമ്മളിപ്പോൾ ഇവിടെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, വസ്ത്രം ധരിക്കാൻ, ഔറത്ത് മറക്കാൻ ശൈഖ് ഇവിടെ തെളിവായി പറഞ്ഞ ആയത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അലങ്കാരമാണ്. തൊപ്പി ധരിക്കുക എന്നുള്ളത് അലങ്കാരമാണ്. ഒരാൾക്ക് ആ രൂപത്തിലുള്ള അലങ്കാര വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കാം. അതിന് പ്രത്യേകമായ ഒരു പുണ്യമോ അല്ലെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ടൊരു കുറവോ ഒന്നും സംഭവിക്കാനില്ല. ധരിച്ചാൽ നല്ലതാണ്, ധരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, അതൊരു അലങ്കാരമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഉംറയിലായിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ 2 വസ്ത്രങ്ങളാണല്ലോ ഉണ്ടാവുക. ഒന്ന് നമ്മൾ തുണി രൂപത്തിൽ ഉടുക്കും, രണ്ടാമത്തെ ചുമലിലും ഇടും. നിസ്കാരത്തിന്റെ സമയമായാൽ ചില ആളുകൾ ഇത് താഴ്ത്തി വെക്കാറുണ്ട്, എന്നിട്ട് ആ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാറുണ്ട്. അത് ശരിയല്ല, മറിച്ച് അത് ചുമലുകളിൽ ഇട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം എന്നത് ചില ആളുകൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അറിയാത്ത ആളുകളായിരിക്കാം. അല്ലാഹു അലം. പണ്ഡിതന്മാർ അത് സൂചിപ്പിച്ചതായി കാണാം, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇതാണ് സഹോദരങ്ങളെ പുരുഷന്റെ ഔറത്ത്. രണ്ടാമത്തത് വൽ അമതു, അടിമസ്ത്രീയാണ്. അടിമസ്ത്രീ, പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ മുഴുവനും ഔറത്താണ്. എന്നാൽ അടിമസ്ത്രീ അവർക്ക് നിർബന്ധമായി നിസ്കാരത്തിൽ ഈ പറഞ്ഞത് മറച്ചിരിക്കണം. അല്ലാഹു അലം. അവരുമായി ബന്ധപ്പെട്ട മസ്അല ഈ രൂപത്തിലായത് ചിലപ്പോൾ അവർക്കുള്ള എളുപ്പമായിരിക്കാം, ഇളവായിരിക്കാം. കാരണം അടിമ സ്ത്രീകൾ അവരുടെ യജമാനരുടെ
കീഴിലാണല്ലോ, ഏതവസ്ഥയിലായിരിക്കും എന്നറിയില്ല. പരിപൂർണമായി ചിലപ്പോൾ വസ്ത്രം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തേക്കാം, അല്ലാഹു അലം. ഏതായിരുന്നാലും അടിമ സ്ത്രീക്കും ഇതാണ് നിസ്കാരത്തിലുള്ള വസ്ത്രം, അതിന്റെ പരിധി. എന്നാൽ സാധാരണ സ്ത്രീകൾ, സ്വതന്ത്രരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അൽ മർഅതു ഔറത്തുൻ, സ്ത്രീ മുഴുവനും ഔറത്താണ്, സ്ത്രീ മുഴുവനും മറക്കപ്പെടേണ്ടവളാണ്. ഇവിടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് പറഞ്ഞു, നിസ്കാരത്തിൽ മുഖമൊഴികെ. പണ്ഡിതന്മാർ പറഞ്ഞു, മുഖവും അതുപോലെ തന്നെ മുൻകൈയും അതുപോലെ തന്നെ ഇരു കാലുകളും കാൽപാദങ്ങൾ, ആ വിഷയത്തിൽ ചർച്ചയുണ്ട്. മുഖം എന്തായാലും തുറന്നിടണം, ബാക്കി മുഴുവനും മറക്കണം എന്നാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ്, മുൻകൈ മറക്കണോ അല്ല തുറന്നിടണോ. അതിൽ ശരിയായ വീക്ഷണം വല്ലാഹു അലം, മുൻകൈ തുറന്നിടാം. എന്നാൽ കാൽപാദങ്ങളെ സംബന്ധിച്ചിടത്തോളം കാൽപാദങ്ങൾ മറക്കണം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെ നിസ്കാരത്തിൽ ബാക്കി മുഴുവനും ഒരു സ്ത്രീ മറച്ചിരിക്കണം, ബാക്കി മുഴുവനും ഒരു സ്ത്രീ മറച്ചിരിക്കണം, എന്നാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, നിസ്കാരത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഔറത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ സ്ത്രീ മുഴുവനും ഔറത്താണ് എന്ന ഭാഗം നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഒരു സ്ത്രീ മുഴുവനും ഔറത്താണ്. അനുവദിക്കപ്പെട്ട ആളുകൾക്ക് മുന്നിലല്ലാതെ അവളുടെ മുഖമോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ശരീരഭാഗങ്ങളോ കാണിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഅതു ഔറത്തുൻ എന്നാണ്, സ്ത്രീ മുഴുവനും ഔറത്താണ്. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കേട്ടേക്കാം, മുഖം മറക്കണോ വേണ്ടയോ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ മാറിടങ്ങളിലേക്ക് മൂടുപടം അഥവാ വസ്ത്രം താഴ്ത്തിയിടട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ സഹാബി വനിതകൾ ചെയ്തതും ഒക്കെ നമുക്ക് കാണാം. അവർ വസ്ത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് മുഖമക്കനെ ഉണ്ടാക്കി മുഖം മറച്ചു എന്നൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ, സ്ത്രീകളുടെ ശരീരഭാഗം മുഴുവനും ഔറത്താണ് എന്ന് മനസ്സിലാക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, നിസ്കാരത്തിൽ പോലും മുഖവും മുൻകൈയും മാത്രമേ തുറന്നിടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ബാക്കി മുഴുവനും മറക്കണമെന്ന് പറയുമ്പോൾ, നിസ്കാരത്തിൽ അല്ലാത്ത അവസ്ഥയിൽ ശരീരഭാഗങ്ങൾ മുഴുവനും മറയാതെ പുറത്തിറങ്ങുന്ന സഹോദരിമാരുടെ കാര്യം എന്തായിരിക്കും? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയത്, ഈ രൂപത്തിലുള്ള നിയമമാക്കിയത് ഒരിക്കലും കറുത്ത പർദ്ദക്കുള്ളിൽ അടക്കി ഇരുത്താനോ അതല്ലെങ്കിൽ അടിച്ചമർത്താനോ വേണ്ടിയല്ല. മറിച്ച് അല്ലാഹു തആല ആ ആയത്ത് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ذَلِكَ أَدْنَى أَن يُعْرَفْنَ فَلَا يُؤْذَيْنَ, അവൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, പതിവ്രതയാണ്, സത്യവിശ്വാസിനിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവളാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു ആ നിയമം നിർബന്ധമാക്കിയത്. അതുപോലെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും, കഴുക കണ്ണുകളാൽ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അള്ളാഹു തആല നൽകിയ ശരീരത്തിന്റെ സൗന്ദര്യം, അങ്കലാവണ്യം, അത് അർഹതപ്പെടാത്ത ആളുകൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കരുത്. അങ്ങനെ ആളുകൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുത്താൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരിമാരോട് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ,
നിസ്കാരത്തിലുള്ള ഈ വിധിവിലക്കുകൾ, നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൊതുവെ നമ്മുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, വസ്ത്രധാരണ ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ചെറിയ മക്കളാണെങ്കിലും ചെറിയ പ്രായത്തിലെ അവരെ നല്ല വസ്ത്രം ധരിപ്പിച്ച് അങ്ങനെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരിക. ചെറിയ പ്രായത്തിൽ തന്നെ പാൻറ്റും ടീഷർട്ടും എടുത്തു കൊടുത്താൽ മുതിർന്നാലും അവർക്ക് അതിനോട് തന്നെയാണ് ഇഷ്ടമുണ്ടാവുക. നേരെ മറിച്ച് അതല്ലാത്ത ഒറ്റ വസ്ത്രം, നീളത്തിലുള്ള വസ്ത്രം ഒക്കെ ധരിപ്പിച്ചു കൊടുത്താൽ വലുതായി കഴിഞ്ഞാലും അവർക്ക് അതിനോട് സ്നേഹം ഉണ്ടാവും, ഇഷ്ടമുണ്ടാവും. പ്രത്യേകിച്ച് ഒരു മാറ്റം അനുഭവപ്പെടുകയില്ല. മറ്റൊരു സുപ്രഭാതത്തിൽ അത് ധരിക്കണം, ഇത് ധരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാകും. മുമ്പ് കുട്ടികളോട് നിസ്കാരത്തിന് കൽപ്പിക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ലേ? ചെറിയ പ്രായത്തിൽ തന്നെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് സ്നേഹം ഉണ്ടാവും, അടുപ്പമുണ്ടാകും. അതുകൊണ്ട് സഹോദരിമാർ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നസീഹത്തായി, ഗുണകാംക്ഷയായി ഇത് സ്വീകരിക്കുക. കാരണം അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ, നമ്മൾ അറിയാത്ത ഒരുപാട് യുക്തിയുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ശരീരവും ആത്മാവും നാളെ റബ്ബിലേക്ക് പോവേണ്ടതാണല്ലോ. ഇവിടെ ഏത് രൂപത്തിൽ നടന്നാലും അതിൻ്റെ തിക്തഫലം പരലോകത്ത് അനുഭവിക്കേണ്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സാന്ദർഭികമായി വസ്ത്രധാരണത്തിന്റെ വിഷയം സൂചിപ്പിച്ചു എന്നു മാത്രം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര വിമർശിച്ചാലും, അങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ സുരക്ഷിതത്വം ഈ കറുത്ത പർദ്ദക്കുള്ളിലാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം അത് ധരിച്ചാൽ ഒരു സുരക്ഷിതത്വമുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ അവർക്കൊരു കണ്ണുകടിയാണ്. അത് അവരെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. നമ്മൾ നമ്മുടെ പരലോകം ഓർക്കുക, അത് ശ്രദ്ധിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഒരു സ്ത്രീയുടെ ശരീരം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുകയില്ല, അർഹതപ്പെട്ട ഭർത്താവിനല്ലാതെ എന്നു പറയലാണ് സ്വാതന്ത്ര്യം. മറ്റതങ്ങനെയല്ല, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, എല്ലാവരും കാണട്ടെ, ആസ്വദിക്കട്ടെ എന്നതാണ്. ഇത് സ്വാതന്ത്ര്യമല്ല. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ അടിച്ചമർത്തുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള അടിമത്വം. സ്ത്രീ എന്നത് വിൽപ്പന ചരക്കായി മാറുന്നത് ആ രൂപത്തിലാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. സ്ത്രീ എന്നത് രാജ്ഞിയാണ്, രാജകുമാരിയാണ്. അള്ളാഹുവിൻ്റെ ദീൻ എത്ര മനോഹരമാണ്. അതുകൊണ്ട് സഹോദരിമാർ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പുരുഷന്റെ ഔറത്തും അടിമ സ്ത്രീയുടെ ഔറത്തും അതുപോലെ സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്തും. പുരുഷന്മാരുടെ ഔറത്ത് പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലാണ്, പൊക്കിൾ മുതൽ മുട്ടുവരെ. അതോടൊപ്പം 2 ചുമലുകളും മറക്കണം. അടിമ സ്ത്രീയുടെയും ആ രൂപത്തിൽ തന്നെ. എന്നാൽ സ്വതന്ത്ര സ്ത്രീ അവർ മുഴുവനും ഔറത്താണ് നിസ്കാരത്തിൽ, മുഖവും മുൻകൈയും ഒഴികെ ബാക്കി മുഴുവനും മറച്ചിരിക്കണം എന്നതാണ് നിയമം. ഇനി നിസ്കാരത്തിനിടയിൽ ഔറത്ത് വെളിവായി പോയി എന്ന് വിചാരിക്കുക. മനഃപൂർവ്വമല്ലാതെ അറിയാതെ സംഭവിച്ചു. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുകയാണ്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, പെട്ടെന്ന് ഔറത്ത് വെളിവായി പോയി അറിയാതെ. ഇപ്പൊ പെട്ടെന്ന് കാറ്റടിച്ചു, ഒരു സ്ത്രീയുടെ തട്ടം നീങ്ങിപ്പോയി, ഔറത്ത് വെളിവായിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ മനഃപൂർവ്വമല്ലാതെ ഒരാളുടെ ഔറത്ത് വെളിവായി പോയി, പുരുഷന്മാരുടെയും ആവാം, തുണി പെട്ടെന്ന് മാറിപ്പോയി, അറിയാതെ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു. പക്ഷേ വലിയ രൂപത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുരുതരമായ ഒരു ഔറത്ത് വെളിവാവലല്ല എങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അത് വേഗം ശരിയാക്കിയാൽ മതി, നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ തന്നെ കൈയളക്കിട്ട് പോകണമെന്നില്ല. പെട്ടെന്ന് തട്ടം നീങ്ങിപ്പോയി, അതല്ലെങ്കിൽ തുണി ഒന്ന് മാറിപ്പോയി, തുടയുടെ ഭാഗം കണ്ടു പുരുഷന്മാരുടേത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ തട്ടം പിടിച്ച് വലിക്കും, അപ്പൊ ഇത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിൽ സംഭവിച്ചു പോയാൽ അറിയാതെ, മനഃപൂർവ്വമല്ലാതെയാണ് സംഭവിച്ചത്, പക്ഷേ ഒരുപാടൊന്നും
വെളിവായിട്ടില്ല, വേഗത്തിൽ അത് മറക്കുകയും ചെയ്തു എങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇനി ഒരാളുടെ മുഗല്ലദത്തായ ഔറത്ത് വെളിവായി പോയി, നേരത്തെ പറഞ്ഞതുപോലെ തുണി പാറിപ്പോയി, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയാണെങ്കിൽ, മനഃപൂർവമല്ലാതെയാണെങ്കിൽ, ഒരുപാട് സമയമെടുത്തില്ല, പെട്ടെന്ന് തന്നെ അയാൾ മറച്ചു എങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പെട്ടെന്ന് തുണി നീങ്ങിപ്പോയി, പക്ഷേ അപ്പോൾ തന്നെ അയാൾ പിടിച്ച് മറക്കുകയും ചെയ്തു എങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇനി ഒരാളുടെ ഔറത്ത് വെളിവായി, കുറേ സമയം അങ്ങനെ തന്നെ പോയി, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ കാണുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല, അയാൾ മടക്കി നിസ്കരിക്കണം. ഔറത്ത് വെളിവായി, പക്ഷെ അയാൾ അറിഞ്ഞില്ല, നിസ്കാരം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത്. പൊതുവെ അപൂർവമായിരിക്കും അത്തരം കാര്യങ്ങൾ, പക്ഷെ അയാൾ മടക്കി നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതാണ് സഹോദരങ്ങളെ ആറാമത്തെ നിസ്കാരത്തിന്റെ ഷർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അശ്ശർതു സാദിസു സത്റുൽ ഔറത്തി. മുസ്ലിമായിരിക്കുക, ബുദ്ധി ഉണ്ടായിരിക്കുക, വകതിരിവുണ്ടായിരിക്കുക, വുദു അഥവാ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നജസ് നീക്കം ചെയ്യുക, ഔറത്ത് മറക്കുക. അശ്ശർതു സാബിഅ, ഏഴാമത്തെ ഷർത്ത് ദുഖൂലുൽ വഖ്ത്. എന്താണ് വഖ്ത് എന്ന് പറഞ്ഞാൽ? സമയം. ദുഖൂലുൽ വഖ്തി, സമയം ആവൽ, സമയമാവണം നിസ്കാരം നിർവഹിക്കണമെങ്കിൽ. വദ്ദലീലു മിനസ് സുന്ന, അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഹദീസാണ്. അന്നഹു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്മ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലിൽ വഖ്തി വഫി ആഖിരിഹി. ഒരിക്കൽ നിസ്കാരത്തിന്റെ ആദ്യത്തെ വഖ്തിലും നിസ്കാരത്തിന്റെ അവസാനത്തെ വഖ്തിലും ഇമാമായി നിസ്കരിക്കുകയുണ്ടായി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, നിസ്കാരത്തിന്റെ സമയമെന്നാൽ ഈ രണ്ട് സമയങ്ങളുടെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ആദ്യത്തെ ദിവസം വന്നു, എന്നിട്ട് നിസ്കാരത്തിന്റെ അവ്വൽ വഖ്ത് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ദിവസം വന്നു, എന്നിട്ട് നിസ്കാരത്തിന്റെ അവസാനത്തെ സമയം പറഞ്ഞു കൊടുത്തു. ഹദീസ് വായിക്കാം ഇൻഷാ അല്ലാഹ്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സൂറത്തുൻ നിസായിലെ 103ാമത്തെ ആയത്താണ്. ഐ മഫ്റൂളൻ ഫിൽ ഔഖാത്ത്, തീർച്ചയായും നിസ്കാരം എന്നത് മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, അതിനെന്തുണ്ട്? സമയം നിർണയിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഐ മഫ്റൂളൻ ഫിൽ ഔഖാത്ത്, സമയബന്ധിതമാണ്. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതിയോ? എപ്പോഴെങ്കിലും ഇല്ല, സമയബന്ധിതമാണ്. വദലീലുൽ ഔഖാത്ത്, സമയത്തിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്താണ്. സൂറത്തുൽ ഇസ്രായിലെ 78ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അഖിമിസ് സ്വലാത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. ലിദുലൂകി ശംസി, സൂര്യൻ നീങ്ങിയത് മുതൽ, അഥവാ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. കിഴക്ക് നിന്ന് ഉദിച്ച് ഉയർന്ന് നേരെ മധ്യത്തിലെത്തും, അവിടുന്ന് ഒരൽപ്പം നീങ്ങിയാലാണ്
ളുഹറിന്റെ സമയം ആരംഭിക്കുക. അപ്പൊ അങ്ങനെ സൂര്യൻ മധ്യത്തിൽ നിന്നും നീങ്ങിയത് മുതൽ ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടുന്നത് വരേക്കും, വ ഖുർആനൽ ഫജ്രി, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഫജ്റിന്റെ നിസ്കാരവും, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, തീർച്ചയായും ഫജ്ർ നിസ്കാരത്തിലെ ഖുർആൻ പാരായണം എന്നത് സാക്ഷിയാക്കപ്പെടുന്നതാണ്. ഈ ആയത്തിൽ സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം 78-ാമത്തെ ആയത്തിൽ 5 നേരത്തെ നിസ്കാരങ്ങൾക്കുള്ള തെളിവുണ്ട്. ചില നിഷേധികൾ പണ്ട് പറഞ്ഞില്ലേ, നിസ്കാരത്തിന് ഖുർആനിൽ തെളിവില്ല, 5 നേരത്തെ നിസ്കാരത്തിന് തെളിവില്ല. 5 നേരത്തെ നിസ്കാരങ്ങൾക്കും തെളിവാണിത്. എങ്ങനെ തെളിവ്? അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസ്, സൂര്യൻ നീങ്ങിയത് മുതൽ, ളുഹറിന്റെ സമയമായി, അവിടുന്ന് രാത്രി വരെ. അതിനിടയിൽ എന്തായി? അസുറുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്. അതിനിടയിലൊക്കെ നിസ്കാരം ഉണ്ടെന്ന് എന്തായി? വ്യക്തമായി. പിന്നെയോ ഖുർആൻ അൽ ഫജ്ർ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഫജ്ർ. എന്തുകൊണ്ടാണ് പ്രത്യേകം ഫജ്റിനെ അങ്ങനെ പറയാനുള്ള കാരണം? സുബഹി നിസ്കാരത്തിന്, ഫജ്ർ നിസ്കാരത്തിന് സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നത് നല്ല കാര്യമാണ്. ആ നിസ്കാരത്തിന് സാക്ഷിയാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ അവിടെ ഉണ്ടാകും. അവർ അതിന് സാക്ഷികളാണ്. ഈ ആയത്ത് സമയത്തിനുള്ള തെളിവാണ്. ഇപ്പൊ സമയമാവണം എന്നത് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഒരാൾ സമയമാവുന്നതിന് മുന്നേ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ നാടുകളിൽ സുബഹ് നിസ്കാരം, സുബഹ് ബാങ്ക് പ്രത്യേകിച്ച് റമദാനിൽ 7 മിനിറ്റ് മുന്നേക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ട് എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ എല്ലാ പള്ളികളിലും സമയം കാണാം. ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും ഇത്ര സമയം എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടിയിൽ ചെറിയൊരു 2 വരി എഴുത്തുണ്ടാവും. സൂക്ഷ്മതക്ക് വേണ്ടി സുബഹ് ഒരൽപ്പം നേരത്തെയും മഗ്രിബ് ഒരൽപ്പം പിന്തിച്ചിട്ടും കൊടുക്കും. ഏതായി സൂക്ഷ്മത? ബാക്കിയുള്ള ആളുകളുടെ നിസ്കാരം ഫസാദാകുന്ന സൂക്ഷ്മതയാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയമായാൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു, എന്നിട്ട് നിസ്കരിച്ചു. മഗ്രിബ് സാധാരണ ബാങ്ക് വിളിച്ചാലും അവിടുന്ന് ബാങ്ക് വിളിക്കൂല, 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാങ്ക് വിളിക്കുള്ളൂ. അത് സഹോദരങ്ങളെ സൂക്ഷ്മതയല്ല. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ശക്തമായി അത്തരം പ്രവണതകളെ എതിർത്തതായി ഫിഖഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. വായിക്കാൻ നേരില്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് വായിക്കാം. ഏതായിരുന്നാലും സമയമാവണം, മുന്നേ നിസ്കരിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സുബഹ് ബാങ്ക് കേട്ടാൽ നമ്മൾ സമയം നോക്കണം, സമയമായിട്ടുണ്ടോ നോക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ പൊതുവെ ചിലപ്പോൾ രാത്രി നിസ്കാരമൊക്കെ നിർവഹിച്ച് ആ നിസ്കാര കുപ്പായത്തിൽ തന്നെ ഉണ്ടാവും. ബാങ്ക് വിളിച്ച ഉടനെ സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് പോവാൻ. ഇപ്പൊ നേരത്തെ വിളിച്ചാൽ, നേരത്തെ നിസ്കരിച്ചാൽ എന്ത് സംഭവിക്കും? നിസ്കാരം ബാത്തിലായി പോകും. ഇത് വിളിച്ച ആള് സമയമായിട്ടേ നിസ്കരിക്കുള്ളൂ, അല്ലേ? 7 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിച്ചാലും 30 സമയമായാലേ അവിടെ ജമാഅത്ത് നിസ്കരിക്കുള്ളൂ. പക്ഷെ വീടുകളിലുള്ള ഉമ്മമാരുടെ നിസ്കാരം എന്താവും? ഫസാദായി പോകും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ അടുത്തുള്ള പള്ളികളിൽ പോയി നോക്കിയാൽ മതി. സമയത്തിന്റെ രേഖ, ആ ഒരു രേഖപ്പെടുത്തപ്പെട്ട ആ കാര്യം പോയി നോക്കിയാൽ അതിന്റെ താഴത്ത് കാണാം. സൂക്ഷ്മതക്ക് വേണ്ടി മുന്തിപ്പിക്കുകയും പിന്തിക്കുകയും ചെയ്യും എന്നുള്ളത് ശരിയല്ല, തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിസ്കാരം സമയമാവണം. സമയം ആയാൽ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തവണ ഇമാമായി നിസ്കരിച്ചു കാണിച്ചു കൊടുത്തു സമയം.
ഏതൊക്കെയാണ് ആ സമയം? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മനി ജിബ്രീലു അലൈഹിസ്സലാം ഇൻദൽ ബൈത്തി മർറതൈൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ അടുക്കൽ വെച്ച് എനിക്ക് 2 തവണ ഇമാമായി നിസ്കരിക്കുകയുണ്ടായി. 2 തവണ നിസ്കരിച്ചു. ഫസല്ലാ ബി അദ്ദുഹ്റ, ആദ്യത്തെ ദിവസം ളുഹ്ർ നിസ്കരിച്ചു എന്നെയും കൊണ്ട്. ഹീന സാലത്തി ശംസു വകാനത് ഖദ്റ അശ്ശിറാകി, സൂര്യൻ നേരെ മധ്യത്തിലെത്തുകയും എന്നിട്ടൊരു ചെരുപ്പിന്റെ വാറിനോളം അഥവാ ഒരു ചെറിയ ഒരു ചാണ് ആ രൂപത്തിൽ നീങ്ങിയപ്പോൾ ളുഹ്ർ നിസ്കരിച്ചു. ഏതാണ് സമയം? അഖിമിസ് സലാത്ത ലിദുലൂകി ശംസ്, സൂര്യൻ നീങ്ങിയ ഉടനെ, അതാണ് ളുഹ്റിന്റെ സമയം. സൂര്യൻ നേരെ മധ്യത്തിൽ നിൽക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരണം. കാരണം അസ്തമിക്കുന്ന എവിടത്തേക്കാ? പടിഞ്ഞാറാണ്. അവിടെ അങ്ങനെ പോയി 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 അവസാനം അസ്തമിക്കലാണ്. അപ്പൊ കിഴക്ക് നിന്ന് ഉദിച്ച് നേരെ മധ്യത്തിൽ എത്തുകയും അവിടുന്ന് ഒരൽപ്പം തെറ്റുകയും ചെയ്താലാണ് ളുഹ്ർ നിസ്കരിക്കേണ്ടത്. ആദ്യത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് നിസ്കരിച്ചത്. വസല്ലാ ബിൽ അസ്റ ഹീന കാന ളില്ലുഹു മിസ്ലഹു, അതേ ദിവസം അസ്ർ നിസ്കരിച്ചു ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായപ്പോൾ. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആയപ്പോൾ, അത് അസ്റിന്റെ ആദ്യത്തെ സമയമാണ്. അഥവാ ളുഹ്ർ കഴിഞ്ഞ ഉടനെ തന്നെ എന്താവും? അസ്റിന്റെ സമയം ആവും. പ്രത്യേകിച്ച് അതിനിടയിൽ എന്തില്ല? വേറെ സമയമൊന്നുമില്ല. ളുഹ്റിന്റെ സമയം അവസാനിക്കലും അസ്റിന്റെ സമയം ആരംഭിക്കുകയും ചെയ്യും. വസല്ലാ ബിൽ മഗ്രിബ ഹീന അഫ്തറ സായിം, അന്നേ ദിവസം മഗ്രിബ് നിസ്കരിച്ചു. എപ്പോഴാണ് നിസ്കരിച്ചത്? നോമ്പുകാരൻ നോമ്പ് മുറിക്കുമ്പോൾ. അതെപ്പോഴാ? സൂര്യൻ അസ്തമിച്ച ഉടനെ. വസല്ലാ ബിൽ ഇശാ, അതേ ദിവസം ഇശാ നിസ്കരിച്ചു. ഹീന ഗാബ ശഫഖു, ശഫഖ് മാഞ്ഞപ്പോൾ. അഥവാ മഗ്രിബ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചക്രവാളത്തിൽ ആകാശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവന്ന ഒരു കാര്യം കാണാം. അതിനാണ് എന്ത് പറയാ? അശ്ശഫഖ്, അശ്ശഫഖുൽ അഹ്മർ എന്നാണ് പറയുക. ചുവന്ന നിറത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ടാവും. അത് മാഞ്ഞ ഉടനെ നിസ്കരിച്ചു. അത് ഇശാഇന്റെ ആദ്യത്തെ സമയമാണ്. വസല്ലാ ബിൽ ഫജ്റ, ഫജ്ർ നിസ്കരിച്ചു. ഹീന ഹറുമ ത്വആമു വശ്ശറാബു അല സായിം, നോമ്പുകാരന് ഭക്ഷണപാനീയങ്ങൾ തടയപ്പെട്ട സമയം മുതൽ. അതെപ്പോഴാ? സുബഹിന്റെ സമയം ആരംഭിച്ച ഉടനെ തന്നെ, ആദ്യത്തെ വക്ത്. ഈ ഭാഗത്ത് ഇതൊക്കെ എന്താണ്? നിസ്കാരത്തിന്റെ ആദ്യത്തെ സമയമാണ്. അപ്പോ സൂര്യൻ ഒരൽപ്പം തെറ്റിയാൽ ളുഹ്റിന്റെ സമയമായി. ഒരു വസ്തു ഇങ്ങനെ വെച്ചാൽ അതിന്റെ നിഴൽ അതിനോളമായി കഴിഞ്ഞാൽ എന്തായി? അസറിന്റെ സമയം ആരംഭിച്ചു. സൂര്യൻ അസ്തമിച്ച ഉടനെ മഗ്രിബിന്റെ സമയം ആരംഭിച്ചു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് അസ്തമയ ശോഭ അഥവാ ചുവന്ന നിറത്തിൽ അശ്ശഫഖുൽ അഹ്മർ എന്നാണ് അതിന് പറയുക, അത് കാണാം. അത് മാഞ്ഞു കഴിഞ്ഞാൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, ഇശാഇന്റെ സമയം ആരംഭിച്ചു. ആദ്യത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഫലമ്മ കാനൽ ഗദ്, പിറ്റേ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സല്ലാ ബി അദ്ദുഹ്റ, ളുഹ്ർ നിസ്കരിച്ചു എന്നെയും കൂട്ടിയിട്ട്. ഹീന കാന ളില്ലുഹു മിസ്ലഹു, ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആയപ്പോൾ. അതെപ്പോഴാ? അസ്റിന്റെ തൊട്ട് മുന്നേ, അഥവാ അത് ളുഹ്റിന്റെ അവസാനത്തെ സമയമാണത്. വസല്ലാ ബിൽ അസ്ർ, അസ്ർ നിസ്കരിച്ചു. ഹീന കാന ളില്ലുഹു മിസ്ലൈഹി, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ 2 ഇരട്ടി ആയപ്പോൾ. ഒരു വസ്തുവിന്റെ നിഴൽ സാധാരണ അല്ലെ ഒരു ഇത് കാണാം, പിന്നെ അവിടുന്ന് പിടുത്തം വിട്ടിട്ട് എന്താവും? കുറച്ചുകൂടി നീളത്തിൽ പോകും. അതേതാ സമയം? അസ്റിന്റെ അവസാന സമയമാണ്. വസല്ലാ ബിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കരിച്ചു എന്നെയും കൂട്ടി. ഹീന അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിച്ചപ്പോൾ. അപ്പൊ മഗ്രിബിന് എന്തില്ല?
മഗ്രിബിന് ഒറ്റ സമയമുള്ളൂ, വേഗം നിസ്കരിക്കണം. കാരണം മഗ്രിബിന്റെ സമയം കുറവാണ് എന്നത് ഹദീസിൽ കാണാം. വസല്ലാ ബിയൽ ഇശ, ഇശാ നിസ്കരിച്ചു എന്നെയും കൂട്ടി, ഇലാ സുലുസിൽ ലൈൽ, രാത്രി 3 വീതിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 1 വസല്ലാ ബിയൽ ഫജ്റ, ഫജ്ർ നിസ്കരിച്ചു, ഫഅസ്ഫറ, അന്തരീക്ഷം മഞ്ഞ നിറത്തിലായപ്പോൾ. അതെപ്പോഴാ? സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ ഉള്ള സമയം. സുമ്മ ഇൽതഫത ഇലയ്യ, അത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്, ഇതാണ് താങ്കൾക്ക് മുമ്പുള്ള നബിമാരുടെ നിസ്കാര സമയം. വൽ വഖ്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, നിസ്കാരത്തിന്റെ സമയം എന്നാൽ ഈ 2 സമയങ്ങളുടെ ഇടയിലാണ്. അതാണ് ശൈഖ് ഇവിടെ ഉദ്ധരിച്ചത്. വദ്ദലീലു മിനസ് സുന്നതി ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. 2 സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ചാണ് അള്ളാഹു നിർബന്ധമാക്കിയത്. സാധാരണ എല്ലാ കാര്യവും വഹ്യായി ഇറങ്ങലാണ്. നിസ്കാരം അങ്ങോട്ട് വിളിപ്പിച്ചു, എന്നിട്ട് അവിടെ നിന്നാണ് അള്ളാഹു നിർബന്ധമാക്കിയത്. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണത്. ഈ നിസ്കാരത്തിന്റെ സമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ നിസ്കാരത്തിന്റെ സമയം പാലിക്കണം എന്നത് അതിലുണ്ട്. നമുക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ദുഹ്ർ നിസ്കാരത്തിന്റെ സമയം ഏതാണ്? സൂര്യൻ നേരെ മധ്യത്തിലെത്തി ഒരൽപ്പം നീങ്ങിയത് മുതൽ ദുഹ്ർ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കും. ഏതുവരെയാണ് അതിന്റെ സമയം? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ. നിങ്ങൾ മരം അല്ലെങ്കിൽ പോസ്റ്റ് ഇതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റി അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിഴലിങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതാണ്, അതിനിടയിലാണ് ദുഹ്ർ നിസ്കരിക്കേണ്ടത്. അതിനിടയിൽ ദുഹ്ർ നിസ്കരിക്കണം. അസ്റിന്റെ സമയം എപ്പോഴാ? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ അതിന്റെ 2 ഇരട്ടിയാവുന്നത് വരേക്കും. അസ്റിന് പണ്ഡിതന്മാർ പറഞ്ഞു 2 സമയങ്ങളുണ്ട്. വഖ്തു ഇഖ്തിയാറിൻ വഖ്തു ഇൽതിറാറിൻ. വഖ്തു ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ സമയമാണ്. ഈ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഇതാണ് നിസ്കാര സമയം. എന്നാൽ ലറൂറത്തിന്റെ സമയമാണെന്ത്? അത് കഴിഞ്ഞിട്ടുള്ള സമയം. അതെപ്പോഴാ? ഒരു വസ്തുവിന്റെ നിഴൽ 2 ഇരട്ടിയായി കഴിഞ്ഞാൽ എന്താവും? അന്തരീക്ഷത്തിന്റെ രൂപം മാറും. പിന്നീട് ഉണ്ടാവുക ലറൂറത്തിന്റെ സമയമാണ്. അഥവാ അന്തരീക്ഷം ഒരു മഞ്ഞ നിറത്തിൽ, ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, കുറച്ചു നേരത്തെ നമ്മൾ കണ്ടു, അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ആ സമയം എന്നത് ലറൂറത്തിന്റെ സമയമാണ്. എന്താ ലറൂറത്ത്? വെറുതെ തിരിഞ്ഞടിച്ചിട്ട് ലറൂറത്താ ആണോ? വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക, വെറുതെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുക, എവിടെയെങ്കിലും കറങ്ങിയടിക്കുക, എന്നിട്ട് ലറൂറത്താക്കല അല്ല. എന്തെങ്കിലും ഒഴിച്ചുകൂടാത്ത ശർഈയായ കാരണം ഉള്ള ലറൂറത്തായിരിക്കണം. ഒരാൾ ഡോക്ടറെ പോയി കാണിക്കാൻ പോയി, അവിടെ കുടുങ്ങിപ്പോയി, ഒഴിവായതിപ്പോ ഇതാ ഈ സമയത്താണ്, 6 മണിക്കാണെന്ന് വിചാരിക്കും. മഗ്രിബ് ഇനി സമയമുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലറൂറത്തിന്റെ സമയമാണ്, നിസ്കരിക്കാം. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു യാത്രയിൽ പെട്ടുപോയി, ആ രൂപത്തിൽ കുടുങ്ങിപ്പോയി, അതാണ് ലറൂറത്തിന്റെ സമയം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ലറൂറത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ആ ലറൂറത്ത് നമുക്ക് ഉണ്ടായാലേ നമുക്ക് അനുവദിക്കപ്പെടുന്നുള്ളൂ. അതിന്റെ മുന്നേ എന്താക്കണം? നിസ്കരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കാരം വൈകി നിസ്കരിക്കുന്ന ആളുകളെ താക്കീത് ചെയ്തിട്ടുണ്ട്. തിൽക സലാത്തുൽ മുനാഫിഖീൻ, അവിടെ ആവർത്തിച്ചു പറഞ്ഞു. അത് കപടവിശ്വാസിയുടെ നിസ്കാരമാണ്, കപടവിശ്വാസികളുടെ നിസ്കാരമാണത്. യജ്ലിസു അഹദുഹും ഹത്താ ഇദാ സ്വറത്തി ശംസു വകാനത് ബൈന ഖർനൈ ശൈത്താൻ. ഒരുത്തൻ ഇങ്ങനെ വെറുതെ ഇരിക്കും, അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ മഞ്ഞ നിറത്തിലായി, നമ്മൾ ഇപ്പൊ പറഞ്ഞ ലറൂറത്തിന്റെ സമയമാവും.
ഷൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ അസ്തമിക്കുക. ഖാമ ഫനഖറ അർബഅൻ, അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരിക, എഴുന്നേൽക്കും. എന്നിട്ടോ 4 റക്അത്ത് കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും. സുജൂദിൽ എഴുന്നേൽക്കാം. അതാണ് ഈ നഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴി കൊത്തുക എന്നുള്ളത്. കോഴി കൊത്താണ്ട് നിങ്ങൾ കൊത്തിയെടുക്കുക, അതേപോലെ. ലാ യദ്കുറുല്ലാഹ ഫീഹ ഇല്ലാ ഖലീല, അവന്റെ സംസ്കാരത്തിൽ അവൻ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുകയില്ല. ഈ ജാതി ഓട്ടോടി നിസ്കരിക്കാൻ പറ്റുമോ? അള്ളാഹിനെ ഓർക്കാൻ പറ്റുമോ? ഖുശൂഅോടെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കൈയ്യട്ട എത്തിദാലിലെ സുജൂദ്. ഇപ്പൊ ഇതായിരിക്കും തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, കപട വിശ്വാസികളുടെ നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാണ്. പാടില്ല. അവ്വൽ വഖ്ത്, വേഗം നിസ്കരിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയട്ടെ, ളുഹ്റിന്റെ അവസാനത്തെ വക്തിലാണ് നിസ്കാര കുപ്പായിടുക. എന്നിട്ട് ളുഹ്റ് ചിലപ്പോൾ ഖളായിട്ടുണ്ടാവും. അസ്ർ ബാങ്ക് കൊടുത്ത ഉടനെ ഇതൊക്കെ രണ്ടും കൂടി ചേർത്ത് നിസ്കരിച്ച് അങ്ങനെ ഇറങ്ങി വരുത്ത് പാടില്ല. ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക, വേഗം നിസ്കരിക്കുക, അടുത്ത പണിയെടുക്കുക. സമയം പാഴാക്കരുത്. അല്ലാഹു തആല നിശ്ചയിച്ച സമയം നമ്മൾ പാലിക്കണം. സമയം തെറ്റിക്കരുത്, കാരണം കൂടാതെ സമയം തെറ്റിക്കരുത്. മഗ്രിബ് നിസ്കാരം അതിൽ മാറ്റമില്ല. 2 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എപ്പോഴാ? സൂര്യൻ അസ്തമിച്ച ഉടനെ. മഗ്രിബിന്റെ സമയം നമ്മൾ മനസ്സിലാക്കിയത് ഇശാ വരെ ഉണ്ടെന്നാണ്. ഉണ്ടോ? മഗ്രിബിന്റെ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കുക. ഇശാ വരെ നീട്ടിക്കൊണ്ടു പോകരുത്. ഇതെപ്പം നമ്മൾ ബാങ്ക് കൊടുത്താൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നോക്കുക, ആകാശത്ത് ചുവന്ന അസ്തമയ ശോഭ കാണാം. അശ്ശഫഖുൽ അഹ്മർ എന്നതിന് പറയും, ചുവന്ന അസ്തമയ ശോഭ. ആ സാധനം മാഞ്ഞു കഴിഞ്ഞാൽ മഗ്രിബിന്റെ സമയം തീർന്നു. ഇശാ ബാങ്ക് കൊടുക്കാൻ പിന്നെ എന്തുണ്ടാവും? സമയം ഉണ്ടാവും. നമ്മൾ ബാങ്ക് വിളിക്കൽ അങ്ങനെയാണ്, പക്ഷേ സമയം അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈകിപ്പിക്കരുത്. മഗ്രിബ് വേഗം നിസ്കരിക്കണം. അല്ല, അതുകൊണ്ടാണ് ബാക്കിയുള്ള നിസ്കാരമൊക്കെ പള്ളിയിൽ അരമണിക്കൂറും 20 മിനിറ്റൊക്കെ ഉണ്ടാവും. മഗ്രിബോ 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ജമാഅത്ത് തുടങ്ങാൻ. സമയമില്ല, സമയം കുറവാണ്. അതുകൊണ്ട് മഗ്രിബില് യാതൊരു മാറ്റമില്ല. മഗ്രിബ് സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പുകാരൻ നോമ്പ് മുറിച്ചാൽ, അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ സൂക്ഷ്മതക്ക് 3 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല വാങ്ങി കൊടുക്കേണ്ടത്. പിന്നെയോ സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് മുറിക്കണം. അതിനുകൂടി എന്തുണ്ട്? ഹദീസ് തെളിവാണ്. സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ നോമ്പ് മുറിക്കണം. പിന്നെ 3 മിനിറ്റ് നമ്മളെ വക എന്താക്കാൻ പാടില്ല? സൂക്ഷ്മത കാണിക്കാൻ പാടില്ല. ഇതാണ് ഏറ്റവും വലിയ സൂക്ഷ്മത, കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മഗ്രിബ് അങ്ങനെയാണ്. പിന്നെയോ സ്വലാത്തുൽ ഇശാ. ഇശാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദിവസം നിസ്കരിച്ചത് എപ്പോഴാ? ശഫഖ് മാഞ്ഞപ്പോൾ, നേരത്തെ പറഞ്ഞ അസ്തമയ ശോഭ അത് മാഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഇശാഇന്റെ സമയം ആദ്യത്തെ സമയമാണത്. 2ാമത്തെ ദിവസം നിസ്കരിച്ചത് എപ്പോഴാ? രാത്രിയുടെ 1/3 പണ്ഡിതന്മാർ പറഞ്ഞു, ഇശാ നിസ്കാരത്തിന് 3 സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 3 സമയങ്ങളുണ്ട്. ഒന്നാമത്തേത് എപ്പോഴാ? ഷഫഖ് മാഞ്ഞത് മുതൽ സുലുസുൽ ലൈൽ, 2ാമത്തെ ദിവസം നിസ്കരിച്ച ആ സമയം. അതെപ്പോഴായിരിക്കും? ഇപ്പൊ രാത്രി കണക്കൂട്ട. എങ്ങനെ രാത്രി കണക്കൂട്ട? മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ എപ്പോഴാണ് കൂട്ട? ആർക്കറിയാ? മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജ്ർ ഉദിക്കുന്നത് വരെ ആ സമയം കണക്കൂട്ടിയിട്ട് അത് 3 വീതിക്കുക. അപ്പൊ എത്രയായിരിക്കും? എത്രയായിരിക്കും? എത്ര മണിക്കൂറുണ്ട്? ഉണ്ടോ? 6. എത്ര മണിക്കാ മഗ്രിബ്? എപ്പോഴാ ഫജ്ർ?
12 മണിക്കൂറുണ്ടോ അന്നേരം? അത് 3 വീതിക്കാം. അപ്പോൾ ഇഷായിന്റെ സമയം 1/3 എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? ആ, അതാണെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സമയം. ഇതാണ് ഒരു സമയം. ഇപ്പൊ 11 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ 3 വീതിച്ചാൽ ആദ്യത്തെ ഒരു ഭാഗം എത്ര മണിക്കൂർ ഉണ്ടാവും? എത്ര? 3.75 മണിക്കൂർ കണക്കൂട്ടിയാൽ എത്ര ഉണ്ടാവും? ഷഫക്ക് മാഞ്ഞത് മുതൽ ആ സമയം കണക്കൂട്ടുക. ഇതാണ് എന്ത് ഇശാഇന്റെ ഒരു സമയം. രണ്ടാമത്തെ സമയം അനുവദനീയമായ ജായിസായ സമയമാണ്. ഇലാ നിസ്ഫിൽ ലൈൽ, അർദ്ധരാത്രി വരെ. അപ്പോ ഈ പറഞ്ഞ 11 മണിക്കൂർ നേരെ പകുതിയാക്കുക. അപ്പോ അർദ്ധരാത്രി എപ്പോഴും നമ്മൾ സാധാരണ 12 മണിയാണ് അർദ്ധരാത്രിയാണ് കൂട്ടൽ. എപ്പോഴും അർദ്ധരാത്രി 12 മണി ആയിരിക്കൂല, മാറും. സൂര്യന്റെ അസ്തമയത്തിനനുസരിച്ച് മാറും. അപ്പൊ നിസ്ഫുൽ ലൈൽ വരെ കൊണ്ടുപോകാം. അത് ജായിസാണ്. ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അർദ്ധരാത്രിയിലേക്ക് നീട്ടാം. ഈ 2 സമയമാണ് പ്രസിദ്ധമായ 2 സമയങ്ങൾ. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു നറൂറത്തിന്റെ ഒരു സമയം കൂടി ഇശാഇനുണ്ട്. അത് ഏതുവരെയാ? ഫജ്ർ ഉദിക്കുന്നതിന്റെ സമയം വരെ. അതൊരാൾക്ക് രാത്രി ഒരു നിലക്കും നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടുപോയി, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടു, ശർഈയായ കാരണമാണ്, അയാൾക്ക് അർദ്ധരാത്രിയും നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ഏതുവരെ സമയമുണ്ട്? തുലൂഉൽ ഫജ്ർ വരെ സമയമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ ആദ്യം പറഞ്ഞ 2 സമയം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, 3ാമത്തെ സമയം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ആ അഭിപ്രായമുണ്ട്. അപ്പൊ അത് നറൂറത്തിന്റെ സമയമാണ്. മറ്റേതോ അർദ്ധരാത്രി വരെ അനുവദിക്കപ്പെട്ട സമയമാണ്. എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്? ആദ്യത്തെ സമയത്താണ് നിസ്കരിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചില ഹദീസുകളിൽ കാണാം, അവിടുന്ന് ഇശാ ഒരല്പം വൈകിപ്പിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നത്. അഥവാ ആദ്യത്തെ ദിവസത്തിൽ നിസ്കരിച്ചതല്ല, 2ാമത്തെ ദിവസം നിസ്കരിച്ചില്ലേ, ആ ഒരു സമയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ്. ഒരു നാട്ടിൽ എല്ലാവരും വൈകിട്ട് ജമാഅത്തിനെത്തുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ പൊതുവെ വേഗം നിസ്കരിച്ചു പോവാറുണ്ട്, അല്ലെങ്കിലോ ആളുണ്ടാവില്ല, എല്ലാവരും ഉറങ്ങിപ്പോവും. അപ്പൊ എല്ലാവരും അതിന് തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യാം? ഇശാ ഒരൽപ്പം അങ്ങോട്ടേക്ക് നീട്ടാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഏതുവരെ? 1/3 വരെ. അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അത് എല്ലാവരും ജമാഅത്ത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളൊറ്റക്ക് ഒരു നാട്ടിൽ നടപ്പിലാക്കിയിട്ട് ഒരാളും വരാത്ത അവസ്ഥ ഉണ്ടാവരുത്. സാധിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു മസ്അല കൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അടുത്തത് എന്താണ്? സ്വലാത്തുൽ ഫജ്ർ, 5ാമത്തെ നിസ്കാരം. ഫജ്ർ നിസ്കാരം എപ്പോഴാണ് ആദ്യത്തെ സമയം? നോമ്പുകാരന്റെ ഭക്ഷണം പാനീയം തടയപ്പെട്ട, ഹറാമാക്കപ്പെട്ട സമയം മുതൽ. അതെപ്പോഴാ? ഫജ്ർ ഉദിച്ചത് മുതൽ. ഫജ്ർ 2 രൂപത്തിലുണ്ട്. ഫജ്റുൽ കാദിബും ഫജ്റു പണ്ട് പഠിച്ചില്ലേ, മദർസി പഠിച്ചില്ലേ? ഫജ്റുൽ കാദിബും ഫജ്റു സാദിഖും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഫജ്റുൽ കാദിബ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുത്തനെ വെളിച്ചം കാണും. ഉദാഹരണത്തിന് ഇപ്പോ 4:57 സുബഹ് ബാഗ് എന്ന് വിചാരിക്കാം. ഒരു 4 മണി ആ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രകാശം ഉണ്ടാവും. അല്ലെങ്കിൽ ആ കുറച്ച് അതിനോട് അടുപ്പിച്ച സമയം നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തൊരു വെളിച്ചം ഉണ്ടാവും. പക്ഷെ ആ വെളിച്ചം എങ്ങനെ ആയിരിക്കും? നേരെ താഴോട്ടേക്ക് അടിക്കുന്ന രൂപത്തിലായിരിക്കും. അത് ഫജ്റുൽ കാദിബാണ്. അത് കണ്ട് നിസ്കരിക്കരുത്. കാരണം എന്താ? അത് കുറച്ച് കഴിഞ്ഞാൽ മായും, പിന്നെ ഇരുട്ടാവും.
അപ്പൊ അതിനാണ് ഫജറുൽ കാദിബ് എന്ന് പറയുന്നത്. ശരിയായ ഫജർ അല്ല അത്. പിന്നീട് ഫജർ, യഥാർത്ഥ ഫജർ എപ്പോഴാണ് ഉദിക്കുക? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടായതിനു ശേഷം വീണ്ടും നീളത്തിൽ ഇങ്ങനെ എന്താവും, വെളിച്ചം കാണാൻ സാധിക്കും. അത് പിന്നീട് വെളുത്ത് വെളുത്ത് വരും. അതാണ് ഫജറു സാദിഖ്. ഫജറു സാദിഖ് അതാണ് തുലൂഉൽ ഫജറിന്റെ സമയം. അത് ഉദിച്ചാൽ സമയമായി. അപ്പൊ അതൊരു 4 മണി മുതൽ ആകാശത്തേക്ക് നോക്കിയെന്നാൽ കാണാൻ പറ്റും. 4 മണി കൃത്യം പറയല്ല കേട്ടോ, ആ ഒരു സമയത്ത് നോക്കിയാൽ കാണാം. ഇപ്പൊ യാത്രയിലൊക്കെ ആണെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും. ആ ഒരു സമയത്ത് കുറച്ച് വെളിച്ചുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പോയിട്ട് വീണ്ടും ഇരുട്ടാവും, രാത്രി തന്നെ ആവും, പിന്നീട് വീണ്ടും വെളുക്കും. അതാണ് ഫജറു സാദിഖ്. അപ്പൊ ഫജറു സാദിഖ് ആയി കഴിഞ്ഞാൽ എന്താവും? നിസ്കാരത്തിന്റെ സമയം ആയി. അതാണ് ആദ്യത്തെ സമയം. രണ്ടാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ പിന്നിൽ നിസ്കരിച്ചത് എപ്പോഴാ? അന്തരീക്ഷം മഞ്ഞ നിറത്തിലായി. അത് സൂര്യൻ ഉദിക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഉള്ള സമയമാണ്. ഇതിനിടയിലാണ് സുബഹിയുടെ സമയം. പുരുഷന്മാർ ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ള ആളുകൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ അവരെന്ത് ചെയ്യണം? സമയത്തിന് തന്നെ എഴുന്നേറ്റിട്ട് പള്ളിയിൽ നിന്ന്, വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. ഈ സമയം തെറ്റിക്കരുത്. സുബഹി പലപ്പോഴും അടിച്ചു പോകാറുണ്ട് ഉറങ്ങിപ്പോയിട്ട്. ചില ആളുകളുടെ ധാരണ എണീച്ചാൽ നിസ്കരിച്ചാൽ മതി എന്നാണ്. മയ്യത്താവാതെ എണീച്ചാൽ നിസ്കരിച്ചാൽ മതി. അങ്ങനെയല്ല, എഴുന്നേൽക്കണം. നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് സമയത്തിന് എഴുന്നേൽക്കുക, നിസ്കരിക്കുക. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നിസ്കാരം അതിന്റെ സമയം പാലിക്കണം എന്നാണ്. ഇതിന് മുന്നേ നിസ്കരിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ചില മസലകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അഫ്ളലുൽ അമാൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം? അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കലാണ്. നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണം. എന്നാൽ ചില സമയത്ത് ഇളവുകളുണ്ട്. ഉദാഹരണത്തിന് ദുഹർ, ചൂട് കാഠിന്യമായാൽ, നല്ല ചൂടാണ്, ആളുകൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരൽപ്പം അസ്റിലേക്ക് പിന്തിക്കാം. അപ്പൊ ജമാഅത്ത് ആ രൂപത്തിൽ മാറ്റിവെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് നിസ്കരിക്കാം. അത് കുഴപ്പമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പിന്തിപ്പിക്കലാണ്. നിസ്കാരം പിന്തിപ്പിക്കുക എന്നത് നേരത്തെ ഇശാഇന്റെ സമയം പറഞ്ഞതുപോലെ ഇശാഇന്റെ വഖത്ത് ഒരൽപ്പം പിന്തിപ്പിച്ച് നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ അതാണ് സമയം. നമുക്ക് പ്രയാസമില്ലെങ്കിൽ അതാണ് സമയമായി തീരുക എന്ന് അവിടുന്ന് പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പിന്തിക്കാം. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ജമാഅത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നാട്ടിൽ ബാങ്ക് വിളിച്ച് ജമാഅത്ത് ആ രൂപത്തിൽ സംഘടിപ്പിക്കാം. കാരണം ജമാഅത്താണ് എന്ത്? അഫ്ളൽ. പുരുഷന്മാർക്ക് നിർബന്ധമാണ്. പുരുഷന്മാർക്ക് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഈ പറയുന്ന മസലക്ക് നമ്മൾ എവിടെ കൊണ്ടുപോയി ഫിറ്റാക്കണം? ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. പുരുഷന്മാർ ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ പള്ളിയിലെത്തി നിസ്കരിക്കണം. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, അപ്പൊ എന്ത് ചെയ്യണം? അഖിമി സ്വലാത്ത ലിദിക്രി, ഓർമ്മ വന്നാൽ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഓർമ്മ വന്നാൽ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് കാണാം. ഒരാൾ മന്നാമ അൻ സ്വലാത്തിഹി ഔ നസിയഹാ ഫല്യുസല്ലിഹാ ഇദാ ദക്കറഹ, ഒരാൾ നിസ്കാരത്തെ തൊട്ട് മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അയാൾ എന്ത് വേണം? ഓർമ്മ വന്നാൽ എഴുന്നേറ്റാൽ അപ്പോൾ നിസ്കരിക്കണം. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക, അതല്ലാത്ത പ്രായശ്ചിത്തം ഒന്നുമില്ല, വേറൊന്നും ചെയ്യേണ്ടില്ല, നിസ്കരിച്ചാൽ മതി. ഇത് മനഃപൂർവ്വമല്ല, ഉറങ്ങിപ്പോയാലാണ്, എപ്പോഴെങ്കിലും സംഭവിച്ചു പോയാലാണ്. അടുത്ത കാലത്ത് ഒരു സംഭവം കേട്ടു, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വല്യുപ്പ, അദ്ദേഹം സ്ഥിരമായി പള്ളിയിൽ കൃത്യമായി ജമാഅത്തിനുണ്ടാവുന്ന ആളാണ്. ഒരിക്കൽ അലാറം വെച്ചത് അടിഞ്ഞത് ശ്രദ്ധിച്ചില്ല, എന്തോ സംഭവിച്ചു.
സൂര്യൻ ഉദിച്ചത് ശേഷമാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. അദ്ദേഹം ആകെ ബേജാറായി, പ്രയാസപ്പെട്ടു, വലിയ സങ്കടത്തിലായി പോയി. അങ്ങനെ അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ഓടി. എന്നിട്ട് ഇശാ കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, കുറ്റബോധം കൊണ്ട്. നമ്മൾക്ക് എത്ര ജമാഅത്ത് സുബഹി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുറ്റബോധം നമുക്കുണ്ടോ? നമ്മളെന്തോ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ, നമ്മൾ എഴുന്നേക്കും, വേഗം തലകുത്തി മറിയും. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഒരു ദിവസം മുഴുവനും പള്ളിയിൽ കഴിഞ്ഞുകൂടി. ഇസ്തിഗ്ഫാറും ദിക്റും ദുആവുമായി അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ട് ഇശാ ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വീട്ടിലേക്ക് വന്നു എന്നാണ്. നമുക്കാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ എണീച്ച് നമ്മളെ കാര്യങ്ങൾക്കൊക്കെ പോകും. ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു കുറ്റബോധം ഉണ്ടാവില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മറന്നു പോവുക, ഉറങ്ങിപ്പോവുക എന്നത് യാദൃശികമായി, മാനുഷികമായി, മനുഷ്യ സഹജമായി സംഭവിക്കുക എന്നതല്ലാതെ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും, പറയുന്ന ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത്ഭുതകരമായ സംഭവം നമുക്ക് കാണാം. ഒരാൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു, സുദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനെ സുബഹിക്ക് ഉറങ്ങിപ്പോയി, പള്ളി കണ്ടില്ല. അദ്ദേഹം ഈ വ്യക്തിയുടെ ഉമ്മയോട് ചോദിച്ചു, എടേ മോനെ കണ്ടില്ലല്ലോ. അവന് ഉറങ്ങിപ്പോയതാണ്, രാത്രി നിസ്കരിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ്. അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ സുബഹി നിസ്കാരത്തിന് എത്തലാണ് എനിക്കിഷ്ടം, അതാണ് വേണ്ടത്. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ്, മൊബൈലോട് കളിച്ചിട്ടല്ല, റീൽസ് കണ്ടിട്ട് ഉറങ്ങിയതല്ല, വെറുതെ തിരിഞ്ഞളിച്ചിട്ട് സമയം കൂട്ടിയതല്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ സമയം നമ്മൾ പാലിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ പറഞ്ഞ രൂപത്തിൽ അബദ്ധം പറ്റിപ്പോകരുത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു നൽകുമാറാവട്ടെ. നിസ്കാരം ഖളായി പോയി, പറഞ്ഞ രൂപത്തിൽ ഉറങ്ങിപ്പോയി, എന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ എന്താണോ ആ കൃത്യമായി നിസ്കരിക്കുക. അപ്പൊ സുബഹി സംഭവിച്ചു പോയി, ഉറങ്ങിപ്പോയി, ഖളായി പോയി. അപ്പോൾ സുബഹിന് മുന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എന്നിട്ട് ഫർള് നിസ്കരിക്കുക. ഇനി ഒരാൾ ഉറങ്ങിപ്പോയി, അസ്ർ നിസ്കാരത്തിന് ആണ് പള്ളിയിലെത്തുന്നത്, ളുഹർ ഉറങ്ങിപ്പോയി. അപ്പോൾ എന്ത് വേണം? അയാൾ അസ്ർ നിസ്കരിക്കണം, എന്നിട്ട് ളുഹർ പിന്നീട് മടക്കി നിസ്കരിക്കുക. ആ രൂപത്തിലാണ് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമയം എന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 7 നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. ഓരോന്നും ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി 2 അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? മതിയോ? കൊടുക്കാനായില്ലേ? കുറച്ച് സമയമല്ലുള്ളൂ. ആ, ഇദ്രാക്ക് നഷ്ടപ്പെട്ടു കൊണ്ട കുറെ കേട്ടിട്ട്, ഇതുവരെ കേട്ടത് ഓർമ്മ ഉണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് ഉറപ്പാക്കി നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും നമ്മുടെ ഇബാദത്തുകൾ, കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതോടൊപ്പം സഹോദരിമാരോട്